ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം മിണ്ടാതെ ഇരിക്കുക എന്നതാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടല്ല, മറിച്ച് ചില യുദ്ധങ്ങൾ ജയിക്കേണ്ടത് വെറും വാക്കുകൊണ്ടല്ല, നിശബ്ദത കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവിനെ വലിയൊരു ജ്ഞാനം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. എപ്പോഴും നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയിപ്പിക്കാൻ ശത്രു എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും നിങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കാനുമുള്ള ആ വലിയ കെണിയിൽ വീഴുമ്പോഴുള്ള യഥാർത്ഥത്തിൽ നിങ്ങൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വലിയ അപകടം വരുത്തിവെക്കും. നമ്മൾ എത്ര ശരിയാണെങ്കിലും നമ്മൾ പൂർണ്ണമായും നിശബ്ദത പാലിക്കേണ്ട അതിപ്രധാനമായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. നിങ്ങളുടെ സകല പ്രതിസന്ധികളെയും വലിയൊരു വിജയമാക്കി മാറ്റാൻ ഈ വീഡിയോ മുഴുവനായും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാതെ സകലതും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പൂർണ്ണമായി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാനും അവിടുത്തെ നിശബ്ദത എനിക്ക് നൽകാനും അവിടുന്ന് കൃപ നൽകണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിശബ്ദതയുടെ വലിയ സ്വർഗീയ ശക്തി തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നാമതായി നാം ഏറ്റവും കൂടുതൽ നിശബ്ദത പാലിക്കേണ്ട ആ സമയം ഏതാണെന്ന് നോക്കാം. യോഹന്നാൻ 19:9 പീലാത്തോസിന് മുൻപിൽ നിൽക്കുന്ന ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ വീണ്ടും പ്രത്യോറയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ശത്രു നേരിട്ടല്ല നിങ്ങളെ ആക്രമിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരിലൂടെ ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ കുടുക്കാൻ അവൻ ശ്രമിക്കും. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ വ്യക്തിത്വത്തെക്കുറിച്ചോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പ്രകോപിപ്പിക്കും. ആ സമയത്ത് നിങ്ങൾ അവരോട് തർക്കിക്കാനോ നിങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കാനും ശ്രമിച്ചാൽ പിശാച് വെച്ച കെണിയിൽ നിങ്ങൾ വീണു എന്ന് ഉറപ്പിക്കാം. പീലാത്തോസ് ഈശോയെ കുടുക്കാൻ പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും ഈശോ മിണ്ടാതിരിക്കുകയാണ് ഉണ്ടായത്. കാരണം തൻ്റെ നിരപരാധിത്വം മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. നിങ്ങളെ പരീക്ഷിക്കുന്നവരോട് നിങ്ങൾ ഒന്നും വിശദീകരിക്കാൻ നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ ആ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. രണ്ടാമതായി നാം ഒരിക്കലും തർക്കിക്കാൻ നിൽക്കേണ്ടാത്ത മനുഷ്യരെക്കുറിച്ച് നോക്കാം. വചനം പറയുന്നു, ഘോഷം കേൾക്കെ സംസാരിക്കരുത്, നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയേ ഉള്ളൂ. ചില ആളുകളോട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ഊർജം മുഴുവനായും നഷ്ടപ്പെടുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കാനല്ല, മറിച്ച് നിങ്ങളോട് തർക്കിക്കാനാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങൾ എത്ര മനോഹരമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും അവർ നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഒരു ഭോഷനോട് നിങ്ങൾ തർക്കിക്കാൻ പോയാൽ നിങ്ങളും അവനെപ്പോലെ ഒരു ഭോഷനായി മാറും. ഭോഷൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ എന്നല്ല, മറിച്ച് ജ്ഞാനത്തെ തിരസ്കരിക്കുന്നവനാണ്. അങ്ങനെയുള്ളവരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല മറുപടി യാതൊരു മറുപടിയും കൊടുക്കാതിരിക്കുക എന്നതാണ്, മൗനമായി ഇരിക്കുക എന്നതാണ്. ഇത് നിങ്ങൾ അവരെ പേടിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം അങ്ങനെയുള്ളവർക്ക് വേണ്ടി കളയേണ്ടതില്ല എന്നതാണ്. ആ വലിയ തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. തായി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ നിമിഷത്തെ കുറിച്ച് നോക്കാം. പുറപ്പാട് 14:14 ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മാത്രം മതി. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പറയും, ഇവന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തുകൊള്ളുമെന്ന്. ആ സമയത്ത് നിങ്ങളുടെ ജോലി എന്നത് ദൈവത്തെ സഹായിക്കാൻ പോവുക എന്നതല്ല, മറിച്ച് അവിടുത്തെ വഴിയിൽ നിന്ന് മാറി നിന്ന് നിശബ്ദരായിരിക്കുക എന്നതാണ്. ഇസ്രായേൽ ജനത ചെങ്കടലിനും ഫറവോന്റെ സൈന്യത്തിനും നടുവിൽ പെട്ടുപോയപ്പോൾ അവർ പരിഭ്രാന്തരായി നിലവിളിച്ചു. എന്നാൽ മോശ അവരോട് പറഞ്ഞത് നിശബ്ദരായി ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി കാണുക എന്നതാണ്. അവർ നിശബ്ദരായപ്പോൾ ചെങ്കടൽ ദൈവം വിഭജിച്ച് അവർക്ക് വലിയൊരു വിജയം നൽകി. നിങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കാനും
മനുഷ്യരുടെ മുൻപിൽ കരയാനും പോകാതെ ശാന്തരായി ഇരിക്കുക. നിങ്ങളുടെ പോരാട്ടം ദൈവം ഏറ്റെടുക്കും. നാലാമതായി, നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ ശത്രു ഉപയോഗിക്കുന്ന വലിയൊരു തന്ത്രത്തെ കുറിച്ച് നോക്കാം. വചനം പറയുന്നത്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. ചില ആളുകൾക്ക് നിങ്ങളെ എങ്ങനെ പ്രകോപിപ്പിക്കാം എന്ന് വളരെ കൃത്യമായി അറിയാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ മനഃപൂർവ്വം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. ഇത് അവർ അറിയാതെ പറയുന്നതല്ല, നിങ്ങളുടെ സമാധാനം കെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അവർക്ക് മൃദുവായ മറുപടി കൊടുക്കാൻ ശ്രമിച്ചാലും അതൊരു വലിയ വഴക്കിൽ കലാശിക്കും. രാജാവായ ദാവീദിനെ ശിമയി എന്നൊരു വ്യക്തി കല്ലെറിയുകയും ശപിക്കുകയും ചെയ്തപ്പോൾ ദാവീദ് തന്റെ പടയാളികളോട് പറഞ്ഞു, അവനെ ഒന്നും ചെയ്യരുത്, അവൻ ശപിക്കട്ടെ എന്ന്. ദാവീദ് പൂർണ്ണമായും നിശബ്ദനായി നിന്നു. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വരുന്നവരുടെ മുന്നിൽ നിങ്ങൾ നിശബ്ദനാകുമ്പോൾ അവരുടെ സകല പദ്ധതികളും അവിടെ തകർന്നു പോകും. അവർക്ക് മുൻപിൽ വാദിക്കാൻ പോകാതിരിക്കുക. അഞ്ചാമതായി, നമ്മൾ എപ്പോഴും അശ്രദ്ധ കാണിക്കുന്ന വളരെ വലിയൊരു സന്ദർഭത്തെക്കുറിച്ച് നോക്കാം. യാക്കോബ് 1:19 വചനം പറയുന്നു, എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് ദൈവത്തിന് മുൻപിൽ വയ്ക്കും. എന്നിട്ട് ഉടനടി അവിടുന്ന് പോരും. ദൈവം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നാം ഒരിക്കലും ശ്രമിക്കുന്നില്ല. സാമുവൽ എന്ന കൊച്ചുബാലനെ ദൈവം രാത്രിയിൽ വിളിച്ചപ്പോൾ അവൻ തിരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിന്നില്ല. അവൻ പറഞ്ഞു, കർത്താവെ, അരുളി ചെയ്യണമേ, ഇവിടുത്തെ ദാസനിത ശ്രവിക്കുന്നു. അവൻ നിശബ്ദനായി ദൈവത്തെ കേട്ടു. അതുകൊണ്ട് അവൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകനായി മാറി. പ്രാർത്ഥനയിൽ നിങ്ങൾ എത്രത്തോളം നിശബ്ദനായിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ആറാമതായി, വളരെ നിർബന്ധമായും നാം നിശബ്ദത പാലിക്കേണ്ട സമയത്തെക്കുറിച്ച് നോക്കാം. വചനം പറയുന്നു, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ അനുഗ്രഹത്തിനായോ നിങ്ങൾ ഒരുപാട് കാലം കാത്തിരിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് എല്ലാവരും വന്ന് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കും. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അത് പൂർത്തിയാകുന്നതിന് മുൻപേ എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നടക്കാൻ പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കുന്നത് ആ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. ആ കാത്തിരിപ്പിന്റെ സമയത്ത് പൂർണ്ണമായും നിശബ്ദരായി ദൈവത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ ഗർഭിണിയായ സമയത്ത് ഈ വിവരം എല്ലാവരോടും പറഞ്ഞു നടന്നില്ല. അതിനു പകരം സംഗ്രഹിച്ചും ധ്യാനിച്ചും കൊണ്ടിരുന്നോ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. സഹോദരങ്ങളെ, ഓരോ അനുഗ്രഹവും നമുക്ക് ലഭിക്കാനും അതിനു മുൻപായുള്ള സംസാരത്തെ അവിടുന്ന് മാറ്റിക്കൊണ്ട് മനസ്സിൽ അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിശബ്ദനായി ദൈവത്തെ കേൾക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന ആ വലിയ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താതെ വണ്ണം ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും. ഈ വലിയ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കേട്ട ഓരോ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.